ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായില്ലേ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ നല്ല ബിസി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളായി, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചിന് കൺഫർമേഷൻ വന്നു, എക്സാംസ് കഴിഞ്ഞു, മമ്മി ദുബായിക്ക് പോയി. അങ്ങനെ വാലയിൽ ഓരോരോ പ്രോഗ്രാംസ് ആയിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു. ഒരു വീഡിയോ പിടിക്കാനോ അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് ഞാനൊന്ന് ഡിലേ ആയത്. പിന്നെ ഖത്തറിലൊരു റൂൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു, വ്ളോഗറായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണമെന്നൊക്കെ. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്നവര് കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ലോ കാർബും ആണ്. ഇതെന്ന് പറയുന്നത് മഷ്റൂമും ബ്രോക്കോളിയും കൂടി സോട്ട് ചെയ്തതാണ്. സവാളയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ സോട്ട് ചെയ്തത്. പിന്നെ ഒരു കുറച്ച് അവക്കാഡോ, പിന്നെ ഒരു മുട്ട. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇതിപ്പം ഇത് ഷുഗറിനെ കുറയ്ക്കാനാണെങ്കിലും ലോ കാർബ് ഫുഡാണിത്. അപ്പൊ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലോ കാർബ് ഫുഡാണിത്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് കേട്ടോ അത് കഴിക്കുന്നത്. ഇപ്പൊ പുട്ടും കടലയൊക്കെ കണ്ടാൽ ഞാൻ അതും കഴിക്കും. അങ്ങനെ കഴിക്കില്ല എന്നൊന്നുമില്ല. പക്ഷെ എനിക്കിതും ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഷ്ടമുള്ളവർക്കൊക്കെ പരീക്ഷിക്കാം. ഇനി നമ്മൾ കുറച്ച് കൂട്ടുകാരെ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ഇത് നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മേടിച്ചു. ഇപ്പം നമ്മുടെ അക്വേറിയം ഫുള്ളായിട്ടുണ്ട് നല്ലപോലെ. ഇവർ കുറച്ച് ദിവസങ്ങൾ എടുത്തു നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വരാനായിട്ട്. ഇപ്പം നമ്മൾ എവിടെ നിൽക്കണോ ആ ഭാഗത്തേക്ക് ഇവർ നമ്മളോട് കൂട്ടുകൂടി വരാൻ തുടങ്ങും. നമ്മൾ പോണ അനുസരിച്ച് ഇവർ നമ്മുടെ പുറകെ വരും. അപ്പം അത് നല്ലൊരു രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഒരു ടൈം കില്ലിംഗ് ആണ് എനിക്ക്. എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ്. അക്വേറിയം ക്ലീൻ ചെയ്യണത് ഒഴികെ ബാക്കിയൊക്കെ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഒരു ഫൈറ്ററെ മേടിച്ചു. ഫൈറ്റർ മറ്റുള്ള മീനുകളുടെ കൂടെ കിടക്കില്ലാത്തത് കൊണ്ട് അതിനെ ഇൻഡിവിജ്വലായിട്ടാണ് ഇട്ടേക്കണത്. നല്ല ബ്ലൂ ഷെയ്ഡിൽ പിങ്ക് വാലോട് കൂടി നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞങ്ങളിതിന് മുമ്പ് പലതവണ ഫൈറ്ററെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഫൈറ്റർ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. 1-2 ഫൈറ്റർ മേടിച്ച് അത് രണ്ടും ചത്തുപോവുക ചെയ്തത്. പക്ഷേ ഈ ഫൈറ്റർ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് വന്നതുകൊണ്ടായിരിക്കും എനിക്കിത് സർവൈവ് ആവുമെന്നാണ് തോന്നണത്. പിന്നെ പുതിയ ചെടിയാണ്. അപ്പോൾ ആ ചെടി ഇനി ഒന്ന് ചീഞ്ഞ് കുറച്ചൊക്കെ ചീച്ചൽ വരുന്നുണ്ട്. അതൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ആ ബബിൾസൊക്കെ മാറിക്കോളും. അങ്ങനെ നമ്മൾ കുറച്ച് ചെടികളും കുറച്ച് മീനുകളും ഒക്കെ റെഡിയാക്കി വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും ബാൽക്കണി ഇല്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ വിൻഡോസിലാണുള്ളത്. ആ വിൻഡോസിൽ മാക്സിമം നമ്മളങ്ങ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ആമ്പലിൻ്റെ തൈ ഉണ്ടെന്നായിരുന്നു. പക്ഷെ പഴയ വീട്ടിൽ വെയിലില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ചീഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പുതിയ സ്ഥലത്തേക്ക് വന്നപ്പം നമുക്ക് വിൻഡോസിൽ വെക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും വലുത് ഇതേ പറ്റത്തുള്ളൂ, ഇത്രയും സൈസേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ താഴോട്ട് വീഴും. അപ്പം അത് ഒരു ബൗള് മേടിച്ച് ഞാൻ അതിലേക്ക് നട്ടിട്ട് ഇത്ര ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗപ്പീനെ മേടിച്ചിട്ടു. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാം, ഇഷ്ടം പോലെ ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇതെല്ലാം ചെയ്യാനൊക്കെ. സൗകര്യങ്ങളുള്ള സൗകര്യത്തിൽ ഇതൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നല്ലപോലെ പൊടി പിടിക്കും വേഗം. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് ഈ വണ്ടികളൊക്കെ പോവുകയും വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊടി അങ്ങ് പിടിക്കും. പിന്നെ നമ്മളിത് ഇപ്പോൾ സീസണാണ്, ഇനി തണുപ്പ് കാലം വരാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് പെറ്റൂണിയ. ഇവിടുത്തെ എല്ലാ ഗാർഡൻ നഴ്സറികളിലും ഇത് അവൈലബിൾ ആണ്. ഒരു ചെടിക്ക് 1 റിയാലേ ഉള്ളൂ. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയണതും. അപ്പം ഞങ്ങൾ പല കളറിലുള്ളത് മേടിച്ച് ഒരു പോട്ടിൽ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പോട്ടോടെ സെറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതേ നമ്മൾ പഴയ വീട്ടിൽ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയുടെ കൂടെ ഒരു നാമ്പ് പോലെ ഒരു പുതിനയുടെ ചെടി വന്നത്. അപ്പം അത് ദേ വളർന്ന് ഇത്രയായി. അപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെ ചായ ഉണ്ടാക്കിയപ്പോൾ വന്ന മട്ടും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാണ് നമ്മൾ ഇതിനൊക്കെ ഇടുന്നത്. ഇത് ഞാൻ മല്ലി നട്ടേക്കണതാണ് കേട്ടോ. മല്ലി കടയിൽ നിന്ന് മേടിക്കണം. നമ്മൾ ഹോളായിട്ടുള്ള മല്ലി മേടിച്ചിട്ട് നട്ടേക്കണതാണ്. എനിവേ അത് അത്രയും സക്സസ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പലതവണ ചെയ്തിട്ടും സക്സസ് ആവാതെ ഇരുന്നിട്ട് സക്സസ് ആയതാണ്. മല്ലി നട്ട് കഴിഞ്ഞാൽ മുളച്ച് കിട്ടാൻ 2 ആഴ്ച സമയം എടുക്കും കേട്ടോ. ധൃതി പിടിച്ച് നോക്കരുതേ. പലതവണ നട്ടിട്ടും എനിക്ക് സക്സസ് ആയിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ മല്ലി നടുക എന്ന് പറയുന്നത്. കാരണം ഞാനിതിങ്ങനെ വെതറിയാണ് നടാറുള്ളത്. പക്ഷേ ഈ തവണ
ഞാനിത് കൂട്ടമായിട്ടാണ് നട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഞ്ചായിട്ട് ഇങ്ങ് വളർന്നു വരും. അന്നേരം നല്ല തിക്കായിട്ട് നിൽക്കും. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ തണ്ടങ്ങ് വളഞ്ഞ് ആ മണ്ണിലേക്ക് ചേർന്ന് കിടക്കും. അപ്പം ഈ തവണ ഇത് സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ ചെറിയ സൗകര്യങ്ങളുള്ളവരും ഇതുപോലെയൊക്കെ ഇഷ്ടങ്ങളുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ തവണ നിങ്ങൾക്കും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാവേ. ഓക്കെ, ബൈ.